പരിവർത്തനം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ടൈപ്പ് ആളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആരാണ് അവർ? ഒന്ന്, ഹീറോ. ജീവിതത്തിൽ എപ്പോഴും അവര് ഹീറോ ആയിട്ടാണ് നിലനിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരെ കാണപ്പെടുക. എന്നാൽ മറ്റു ചിലർ വിക്ടിമായിട്ട് മറ്റുള്ളവരുടെ ഇരകളായിരിക്കും. ഈ ഹീറോ ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പവർഫുൾ ആയിരിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരിക്കും. ഇവർ എന്തൊരു പ്രശ്നം വന്നാലും ഇവർ അതിനെ നേരിടും. ഇവർ ആർക്കും ഒരു പ്രശ്നം അങ്ങോട്ട് ചെന്നുമില്ല. ഇങ്ങോട്ട് വന്നാൽ അതിനെ പ്രതികരിക്കാനും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഏതൊരു പടുകുഴിയിലാണോ ഇവർ വീണിരിക്കുന്നത് അവിടെ നിന്ന് തടകുടഞ്ഞെഴുന്നേറ്റ് അവര് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തവരുണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും അത് അവർ ഏറ്റെടുക്കും. അതിനെ മറികടക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവന് ഭയങ്കര ചങ്കൂറ്റമാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്നാൽ മറ്റു ചിലരുണ്ട്, ഇരകളായവർ, എല്ലാത്തിനെയും കുറ്റം പറയുന്നവർ. അവര് കാരണം ഞാൻ ഇങ്ങനെയായി, ഇവര് കാരണം ഞാൻ ഇങ്ങനെയായി, മഴ പെയ്തത് കൊണ്ട് എൻ്റെ കൃഷി നശിച്ചു, കൊറോണ വന്നതുകൊണ്ട് എൻ്റെ ബിസിനസ് തീർന്നു. ഇങ്ങനെയൊക്കെ എന്തിനൊക്കെ പഴി ചാരാൻ പറ്റുമോ എല്ലാത്തിനെയും പഴിച്ചു. വെയിലിനെ പഴിച്ചാലും മഴയെ പഴിച്ചാലും ഏതൊന്നിനും അവർ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കും. ഇങ്ങനെ എല്ലാത്തിനും മറ്റുള്ളതിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇവരെന്ത് ചെയ്തു? കുറ്റം പറയുകയും അവരിൽ ഇവരുടെ പ്രശ്നങ്ങൾ അവരിൽ ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ദൈവികമായിട്ടുള്ള ഒരു എനർജിയോ ഒരു സ്നേഹമോ ഒന്നും തന്നെ അവരിലേക്ക് എത്തിപ്പെടുകയില്ല. അവർക്കാവട്ടെ ഒരു നേട്ടവും കൊയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആരാവണമെന്നത്. നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ആളാവണോ? നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളാവണോ? എങ്ങനെയുള്ള ആളാവണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ഹീറോ ആവാനായി. കുട്ടികളെ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും ഇങ്ങനെയുള്ള സൂപ്പർമാൻ ആളുകളുടെ കഥകളായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരിലേക്ക് വല്ലാത്തൊരു പ്രചോദനം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അവരതുപോലെ ആവാൻ വേണ്ടി ശ്രമിക്കുകയും അത് ഇമിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ആളുകളാവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കും. പറഞ്ഞു നോക്കൂ, എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണ്. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇതാണ് നിങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു.